ഹായ് കുട്ടീസ്. അപ്പോൾ കുറേ നാളത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കാണ്. കുറച്ച് നേരത്തേക്ക് നമുക്ക് ഷോർട്സിനൊക്കെ ഒരു ബൈ ബൈ പറയാമല്ലേ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീട്ടിലൊരു കുഞ്ഞി പച്ചക്കറിത്തോട്ടാണ്. കുഞ്ഞിതെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞിതാണേ. നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞി പച്ചക്കറിത്തോട്ടം. ഞാൻ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? കാണാം അല്ലേ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി പച്ചക്കറിത്തോട്ടം. തൈകളൊക്കെ നട്ട് തുടങ്ങുന്നേ ഉള്ളൂ. വീടിൻ്റെ മുറ്റത്തിനോട് ചേർന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. മുറ്റത്തിന് നമ്മൾ എന്ത് ചെയ്ത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. മുറ്റമായിട്ടും ചെറിയൊരു ഏരിയ നമ്മൾ പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ടും. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഈ കമ്പിവേലി എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നശിപ്പിച്ച് ചെയ്യും. അപ്പം ഇത് കണ്ടോ, ഇതാണ് ഗ്രോ ബാഗിൽ നമ്മൾ കോളിഫ്ലവർ നട്ടേക്കുന്നതാണ്. കോളിഫ്ലവറാണ് ഈ നട്ടേക്കുന്നത് മുഴുവൻ. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകും തൈ നട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് മുളകും തൈ വരുന്നത്. അത്യാവശ്യം ഹൈറ്റായി പൂക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. പൂവൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ മുളകൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ആയിട്ടില്ല, കാരണം ഈ സീസണിൽ നമുക്കറിയാം മാർച്ച് തുടങ്ങിയ മഴയാണ്. ഏകദേശം ഒരു 2 ആഴ്ചയായുള്ളൂ ഇവിടെ മഴയ്ക്കൊരു സമാധാനം വന്നിട്ട്. അപ്പം ഇങ്ങനെ തൈകളിൽ ഗ്രോ ബാഗിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുളകും തൈ നട്ടിട്ടുണ്ട്. പിന്നെ ഈ ബാഗിലൊക്കെ നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചി എന്തായി നാശമായിപ്പോയി. പിന്നെ മുറ്റത്തിൻ്റെ സൈഡിനോട് ചേർന്നിട്ടും നമ്മൾ ഗ്രോ ബാഗിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മുളക് നട്ടിട്ടുണ്ട്. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ റോസാപ്പൂക്കളെയും കൂടെ ഒന്ന് കണ്ടേക്കാം. ഇത് കണ്ടോ, വെയിൽ വന്ന സമയത്ത് അത്യാവശ്യം വീട്ടിലൊരു റോസാത്തൈയേ ഉള്ളൂ, നല്ലോണം പൂവുണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഇത് കാണുമ്പോൾ എനിക്ക് പറിച്ചിട്ട് തല ചൂടാൻ തോന്നുന്നുണ്ട്. പക്ഷേ അച്ഛൻ സമ്മതിക്കത്തില്ല. പിന്നെ നമ്മുടെ പേരക്കയാണിത്. ഇത് കണ്ടില്ല നിങ്ങൾ, പേരക്ക കണ്ടില്ല? ഇതാണ് നമ്മുടെ പേരക്ക. ഏകദേശം ഒരു മാസം മുമ്പ് കായൊക്കെ നമ്മൾ പറിച്ച് തീർത്തു. പുതിയ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ പൂവൊക്കെ വാടി കരിഞ്ഞ് പോയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു, പേരക്ക മുറിച്ചെടുക്കുന്നത്. അങ്ങനെ എന്നാൽ നമുക്ക് പച്ചക്കറിയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്ക് വീണ്ടും പച്ചക്കറി തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകാം. ഞാൻ തോട്ടം എന്ന് പറയുമ്പോൾ വലുതാണെന്നൊന്നും കരുതിയേക്കല്ലേ. അപ്പോൾ ഗ്രോ ബാഗിൽ നട്ടതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറിയ പയറും തൈ നട്ടിട്ടുണ്ട്. അച്ഛനും ഒരാഴ്ച മുമ്പ് കിളച്ച് വൃത്തിയാക്കി. ഇവിടെ മൊത്തം പുല്ലായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ കൃഷി നട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ശത്രു. ഇവൻ ഇരുന്നിട്ട് ഈ ഇല മുഴുവൻ തിന്ന് തീർക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്താല്ലേ, നമ്മളെന്തെങ്കിലും നടാൻ വേണ്ടി കാത്തിരിക്കും, ഇതുങ്ങൾ വന്നിട്ട് ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും 2-3 എണ്ണമൊക്കെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഏരിയ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു, പയർ നട്ടിട്ടുണ്ട്. ഇത് കുറച്ച് മുമ്പ് നട്ട് വഴുതനങ്ങ തൈയാണ്. ഇതുണ്ട്, ചെറിയ തൈ. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണ്, നേഴ്സറിയിൽ നിന്ന് കുഞ്ഞു തൈ വാങ്ങിച്ചിട്ട് നടും. ഇത് കണ്ടോ, ഇതാണ് നേഴ്സറിയിൽ നിന്ന്. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം ഇട്ട് വെച്ചിട്ടുണ്ട്, വേറെ തൈ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ മുഴുവൻ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം കേട് പിടിച്ച് പോയി. ആദ്യം നമ്മൾ ഇഞ്ചിയാണ് നട്ടത്. ഈ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പച്ചക്കറി തൈകൾ ഇങ്ങനെ നട്ടിട്ടുണ്ട്. പയറാണ് നട്ടേക്കുന്നത്. ഇതാ നേരത്തെ നമ്മളവിടെ കണ്ടതുപോലെ ഇതിനകത്തുകൊണ്ട് ചൊറിയുമ്പോൾ വന്നിട്ട്, കാണുന്നുണ്ടോ എന്നറിയത്തില്ല. പിന്നെ ഇവിടെ കുറച്ച് ഒട്ടുമാവ് നമ്മൾ നട്ടിട്ടുണ്ട്. ഒട്ടുമാവ് നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണാൻ വേണ്ടി പറ്റും, ഇങ്ങനെ ഇഞ്ചി കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് തടമെടുത്ത് ഇഞ്ചി നട്ടിയാണ്, അതെന്ത് ചെയ്യുന്നു, കേട് വന്നിട്ട് ഉള്ള ഇഞ്ചി മുഴുവൻ പോയി. അപ്പോൾ അത് മാറ്റി കിളച്ചിട്ട് ഇതാണ് നമ്മുടെ കാന്താരിച്ചീനി. ഇത് കണ്ടോ, ഈ കാന്താരിച്ചീനി ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് കറി വെക്കുന്നതിൽ. അപ്പം അതിന് കാന്താരിയൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മഴയായിരുന്നു, മഴയത്തൊരു സാധനവും പിടിക്കത്തില്ല. ഇനി നമുക്ക് മുറ്റത്തേക്ക് പോവാം. നമ്മളെന്തിരിക്കുന്നു, ഇത് കണ്ടോ, ഇഞ്ചി കൂട്ടിയിട്ടേക്കുന്നു. ഇതൊക്കെ നമ്മൾ നട്ട ഇഞ്ചിയായിരുന്നു. പക്ഷേ എല്ലാം കേട് വന്നിട്ട് അതിൻ്റെ തണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി വളരില്ല. അപ്പോൾ പറിച്ച് കളയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഈ കാണുന്നത് അച്ഛൻ കൂടയിൽ നിറച്ച് വെച്ച് കുരുമുളകിൻ്റെ വള്ളികളാണ്. നമുക്ക് നല്ല കുരുമുളക്, പറമ്പിലെ നല്ല കുരുമുളക് ഇനം നോക്കിയിട്ട് അതിൻ്റെ വള്ളി എന്ത് ചെയ്യും, നമ്മൾ മുറിച്ചിട്ട് ഇങ്ങനെ കൂടയിലാക്കി വെക്കും. എന്നിട്ട് ഇതാണ് നമ്മൾ പിന്നെ കൊണ്ടുപോയി നടാൻ വേണ്ടി പോകുന്നത്. എന്തായാലും പച്ചക്കറി കാണിച്ച കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. ഇതാണ് നമ്മുടെ കാപ്പിത്തൈകൾ. ഇത് അത്യാവശ്യം ഒന്ന് വളർച്ചയെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൂടയിൽ
വാങ്ങിച്ച തൈകളാണിത്. അത്യാവശ്യം വളർച്ചയെത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സൈഡിൽ തണലത്ത് വെച്ചേക്കുവാണ്. ഒരു പാകമായതിന് ശേഷം നമ്മളിത് പറമ്പിൽ കൊണ്ട് നടും. നമ്മുടെ പറമ്പ് മുഴുവൻ കാപ്പിയും കുരുമുളകുമാണ്. ഇത് കണ്ടോ, ഇത്തരത്തിലുള്ള ചെറിയ കുഞ്ഞി ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? തൈകൾ കിട്ടും. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈയാണ്. ഏകദേശം ഒരു തൈക്ക് 2 രൂപയാണ് വില വരുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഏതൊക്കെ തൈ വേണം, മുളകായാലും തക്കാളി ആയാലും ചീര ആയാലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ ആവശ്യാനുസരണം നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൽക്കാലം ഇത് നട്ടിട്ടില്ല. അച്ഛൻ കുറച്ച് തിരക്കിലാണ്. അച്ഛൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ഇത് നടുവായിരിക്കും.